ക്രിസ്തുവിൽ വാത്സല്യമുള്ളവരെ, കർത്താവിൻ്റെ സ്വർഗാരോഹണ തിരുനാൾ ദിനത്തിൽ പ്രഘോഷിക്കപ്പെടുന്ന സുവിശേഷ ഭാഗം ലൂക്ക 24:46 മുതൽ 53 വരെ വാക്യങ്ങളാണ്. ലൂക്ക നൽകുന്ന സ്വർഗാരോഹണ വിവരണം നമുക്ക് ചെറിയ ഒരു വ്യാഖ്യാനത്തിന്, ഭാഷ്യത്തിന് വിധേയമാക്കാം. യേശുവിന്റെ സ്വർഗാരോഹണത്തെ സംബന്ധിച്ച് വ്യത്യസ്തങ്ങളായ ചിത്രീകരണങ്ങളാണ് സുവിശേഷത്തിൽ, അതോടൊപ്പം തന്നെ അപ്പോസ്തല പ്രവർത്തനത്തിലും ലഭിക്കുന്നത്. ലൂക്ക എഴുതിയ സുവിശേഷത്തിലും അപ്പോസ്തല പ്രവർത്തനത്തിലും ജെറുസലേമിൽ നിന്നുമാണ് യേശുവിന്റെ സ്വർഗാരോഹണം നടക്കുന്നതായി അല്ലെങ്കിൽ നടന്നതായി വിവരിക്കുന്നത്. എന്നാൽ മത്തായി സുവിശേഷകനും മർക്കോസ് സുവിശേഷകനും അത് ഗലീലിയിൽ നിന്നാണെന്ന് ചിത്രീകരിക്കുന്നു. വിവരണത്തിന്റെ സ്ഥലകാലങ്ങളിൽ വൈവിധ്യമുണ്ടെങ്കിലും സ്വർഗാരോഹണം നടന്നിരിക്കുന്നത് ദൈവ സാന്നിധ്യം ഉൾക്കൊള്ളുന്ന പർവ്വത ശിഖരത്തിൽ നിന്നാണെന്നുള്ളതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ലൂക്കാ സുവിശേഷകനും അപ്പോസ്തല പ്രവർത്തനവും യേശുവിന്റെ ഉത്ഥാനം കഴിഞ്ഞ് 40-ാം ദിനമാണ് സ്വർഗാരോഹണം സംഭവിക്കുന്നു എന്ന് കൂടി കൂട്ടിച്ചേർക്കുന്നുണ്ട്. ഈ ചുരുങ്ങിയ കാലയളവിൽ യേശു തന്റെ ശിഷ്യർക്ക് പ്രത്യക്ഷപ്പെടുന്നതായും ഈ വിവരണങ്ങളിൽ നമുക്ക് കാണാം. എന്നാൽ മത്തായിയും മർക്കോസും നൽകുന്ന വിശദീകരണത്തിൽ ഇപ്രകാരം ഒരു കാലയളവ് സൂചിപ്പിക്കുന്നില്ല. ഇതിൽ നിന്നെല്ലാം വ്യക്തമാകുന്നത് യേശുവിന്റെ സ്വർഗാരോഹണമെന്ന യാഥാർത്ഥ്യത്തിന് വിശദാംശങ്ങളിൽ വ്യത്യാസമുണ്ടെങ്കിലും ഒരു ചരിത്ര സംഭവമായി തന്നെ രേഖപ്പെടുത്തുവാൻ വേദപുസ്തക രചയിതാക്കൾ ഉദ്യമിക്കുന്നു എന്നതാണ്. യേശുവിന്റെ സ്വർഗാരോഹണം വിശദീകരിക്കപ്പെടുന്ന ബൈബിൾ ഭാഗങ്ങളിൽ ഈ സംഭവത്തെ പ്രൗഢഗാംഭീര്യമാർന്ന കലാപരമായ ഒരു അവതരണത്തിനല്ല ഗ്രന്ഥകർത്താക്കൾ ശ്രമിക്കുന്നത് എന്നുകൂടി നമുക്ക് വ്യക്തമാക്കപ്പെടുകയാണ്. എന്നാൽ സ്വർഗാരോഹണ സംഭവത്തിൽ യേശു തൻ്റെ ചുറ്റും നിന്നവർക്കായി നൽകുന്ന ശക്തവും അടിസ്ഥാനപരവുമായ സന്ദേശത്തിനാണ് ഈ വിവരണങ്ങളെല്ലാം ഊന്നൽ നൽകുന്നത്. യേശുവിൽ സംഭവിച്ച സഹനം, മരണം, ഉത്ഥാനം വിശുദ്ധ ലിഖിതങ്ങളുടെ പൂർത്തീകരണമായിട്ടാണ് കാണേണ്ടത്. യേശുവിൽ സംഭവിച്ച ഇക്കാര്യങ്ങൾ അവിടുത്തെ വാക്കുകളിൽ തന്നെ ലൂക്കായുടെ ശ്രോതാക്കൾക്ക് ലഭിക്കുന്നുണ്ട്. ക്രിസ്തു സഹിക്കുകയും 3-ാം ദിവസം മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യണം. ഇതൊരു ഒറ്റ വാക്യത്തിൽ തന്നെ വിശുദ്ധ ലിഖിതങ്ങളുടെ പൂർത്തീകരണം അടങ്ങിയിട്ടുണ്ട്. സഹനത്തിനും തെളിവായി യേശയ്യായിലെ സഹനദാസന്റെ ചിത്രീകരണവും 52:13 മുതൽ 53:12 വരെ, 3-ാം ദിവസത്തെ ഉത്ഥാനത്തിന് തെളിവായി ഹോസിയ ഗ്രന്ഥത്തിലെ പരാമർശവും 6:2 നമുക്ക് സ്വീകരിക്കാവുന്നതാണ്. എന്നിരുന്നാലും യേശുവിൽ സംഭവിച്ച ഒറ്റപ്പെട്ട പഴയ നിയമ സൂചികകളുടെ അടിസ്ഥാനത്തിൽ വിലയിരുത്താതെ പഴയ നിയമം മുഴുവനും ക്രിസ്തു സംഭവത്തെ പരാമർശിക്കുന്ന ഗ്രന്ഥമായി കാണാനാണ് ലൂക്കായിലെ യേശു ശ്രമിക്കുന്നത്. വിശുദ്ധ ലിഖിതങ്ങളുടെ പിൻബലം യേശുവിന്റെ സഹനത്തിനും മരണത്തിനും മാത്രമല്ല, മറിച്ച് ഉത്ഥാനത്തിലും അടങ്ങിയിട്ടുണ്ട്. യേശുവും തൻ്റെ ശിഷ്യർ നിറവേറ്റാനിരിക്കുന്ന പാപമോചനത്തിനുള്ള അനുതാപത്തിന്റെ പ്രഘോഷണം യേശു ഉത്ഥാനത്തിന് ശേഷം നൽകുന്ന ദൗത്യത്തിൽ അടങ്ങിയിരിക്കുകയാണ്. ഇതിന് ഉദാഹരണമായി യേശയ്യ 49:6 കാട്ടാവുന്നതാണ്. ഇപ്രകാരം ഒറ്റപ്പെട്ട വാക്യം ചൂണ്ടിക്കാട്ടുമ്പോഴും യേശു ശിഷ്യർക്ക് നൽകുന്ന ദൗത്യം പഴയ നിയമ ഗ്രന്ഥത്തെ പൂർണ്ണമായും ഉൾക്കൊള്ളുന്നുവെന്നാണ് നാം ഗ്രഹിക്കേണ്ടത്. മറ്റു വാക്കുകളിൽ പറഞ്ഞാൽ, ക്രിസ്തു സംഭവം പഴയ നിയമ ഗ്രന്ഥത്തിൽ നിഴൽ വീശി നിൽക്കുന്നത് പോലെ യേശു ശിഷ്യരെ അഥവാ നമ്മെ ഭരമേൽപ്പിച്ച ദൗത്യവും തിരുവെഴുത്തുകളിൽ വേരോടി നിൽക്കുന്നു. ഈ ദൗത്യം എല്ലാ ജനതകളോടും പ്രഘോഷിക്കുവാനാണ് ശിഷ്യർ നിയുക്തരാകുന്നത്. ശിഷ്യർക്ക് ദൗത്യം നൽകിയതിനു ശേഷം യേശു സ്വർഗാരോഹണം ചെയ്യുന്നതായി ലൂക്ക വിവരിക്കുന്നുണ്ട്. ലൂക്കായെ സംബന്ധിച്ചിടത്തോളം യേശുവിന്റെ സ്വർഗാരോഹണ വിവരണത്തിന് ചില പ്രത്യേകതകളുണ്ട്. പഴയ നിയമ ഗ്രന്ഥങ്ങളിൽ കാണുന്ന വിടവാങ്ങൽ രംഗങ്ങളിൽ എന്നതുപോലെ ഉൽപ്പത്തി 49:50 ഉദാഹരണം,
ലൂക്കായും യേശുവിൻ്റെ സ്വർഗാരോഹണ രംഗം പടിപടിയായി വിവരിക്കുന്നു. 1 അനുഗ്രഹം നൽകൽ, 2 വിടവാങ്ങൽ, 3 സാക്ഷികളായിരുന്നവരുടെ ജെറുസലേമിൽ തങ്ങണമെന്നുള്ള നിർദ്ദേശം ശിഷ്യർ അനുസരിക്കുന്നു. പഴയ നിയമ ഗ്രന്ഥപ്രകാരം ഏനോക്കും എലീശായും കാനോനികമല്ലാത്ത ഗ്രന്ഥങ്ങൾ വിവരിക്കും പ്രകാരം എസ്രായും മോശയും സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടിട്ടുണ്ട്. വ്യക്തികൾ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്ന രംഗാവിഷ്കാരങ്ങൾക്ക് സമാനമായാണ് ലൂക്കായും യേശുവിന്റെ സ്വർഗാരോഹണം വിവരിക്കുന്നത്. സ്വർഗാരോഹണ വിശദാംശങ്ങളോടെ ലൂക്ക സുവിശേഷ രചന അവസാനിപ്പിക്കുകയാണ്. ജെറൂസലേം ദേവാലയത്തിൽ നിന്ന് ആരംഭിച്ച സുവിശേഷം അവസാനിക്കുന്നതും ജെറൂസലേം ദേവാലയത്തിലാണ്. ലൂക്കാ സുവിശേഷകനെ സംബന്ധിച്ചിടത്തോളം ജെറൂസലേം പട്ടണം തൻ്റെ വിവരണത്തിലെ മുഖ്യമായ ഒരു വേദിയാണ്. യേശു ജെറൂസലേമിലേക്കാണ് യാത്ര ചെയ്തത്. പിതാവിന്റെ പക്കലേക്ക് മടങ്ങിയതും ജെറൂസലേമിൽ നിന്നാണ്. കൂടാതെ പരിശുദ്ധാത്മാവ് ശിഷ്യരെ ശക്തരാക്കുന്നതും ലോകത്തിന്റെ അതിർത്തികൾ വരെ വ്യാപിക്കുന്ന സുവിശേഷ പ്രഘോഷണത്തിന് തുടക്കം കുറിക്കപ്പെട്ടതും ജെറൂസലേമിൽ വെച്ചാണ്. അപ്രകാരം ലൂക്കാ യേശുവിൻ്റെ സ്വർഗാരോഹണം വിശദമായും കാലാനുസൃതമായും ചിത്രീകരിക്കുന്നു. പ്രിയമുള്ളവരെ, ലൂക്ക നൽകുന്ന യേശുവിൻ്റെ സ്വർഗാരോഹണ വിവരണം സുവിശേഷത്തിൽ അടങ്ങിയിരിക്കുന്ന ലക്ഷ്യത്തിന്റെ സംഗ്രഹമാണ്. അതായത് യേശു സംഭവവും സഭയുടെ ദൗത്യവും വിശുദ്ധ ലിഖിതങ്ങളുടെ പൂർത്തീകരണമാണ്. യേശു സംഭവത്തിലൂടെ സാക്ഷാത്കരിക്കപ്പെട്ട ദൈവ മനുഷ്യ രമ്യതയുടെ വഴിയായ പാപമോചനത്തിന്റെ അനുതാപം സഭയിലൂടെ ലോക അതിർത്തി വരെ എന്നും തുടരുവാൻ നാം ക്ഷണിക്കപ്പെടുന്നു. വിശ്വാസ സമൂഹത്തിന്റെ ജീവിത സാക്ഷ്യമാണ് ശരിയായ പ്രഘോഷണം. ഇതൊരു തെരഞ്ഞെടുപ്പല്ല, ഇതൊരു കടമയാണ്. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.